വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ തെറ്റാണ്. അതേപോലെ തന്നെ ഹീയുടെ കൂടെ സിംഗുലർ വെർബാണ് വരേണ്ടത്. ആ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ വി വെയർ ഓൾ വെരി ടയേർഡ് ആഫ്റ്റർ എ ലോങ് ഹൈക്ക് എക്സ്ട്രഡേ എന്നതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് select the sentence that use the correct option of the verb to be in past tense ആണ് പറഞ്ഞത്. അടുത്തത് ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് മോഡൽ വെർബ്. മോഡൽ വെർബ് ഇവിടെ ഏതാണ് വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് വരുന്നത്. വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ ആണ് വരുന്നത്. അതായത് നമ്മൾ ഒരു അഡ്വൈസ് നൽകുമ്പോഴോ അല്ലെങ്കിൽ സജഷൻ നൽകാനൊക്കെ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ, അതാണ് ശരിയായിട്ടുള്ള മോഡൽ വെർബ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാൻ കാരണം ഡയറക്റ്റ് സ്പീച്ചിലെ വില്ല് ഇൻഡയറക്റ്റ് സ്പീച്ചിലാകുമ്പോൾ അത് വുഡായിട്ട് മാറും. കൂടാതെ ഡയറക്റ്റ് സ്പീച്ചിൽ നെക്സ്റ്റ് വീക്ക് എന്നത് ഇൻഡയറക്റ്റ് സ്പീച്ച് ദ ഫോളോയിങ് വീക്കായി മാറും. ഇവിടെ ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എക്സാം വുഡ് ബി ഹെൽഡ് ദ ഫോളോയിങ് വീക്ക് എന്നതായിരുന്നു വരേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ ചോദ്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എക്സാം വിൽ അല്ല വരേണ്ടത് വുഡ് ബി ഹെൽഡ് ദ നെക്സ്റ്റ് വീക്ക് അല്ല വരുന്നത് ഫോളോയിങ് വീക്ക് എന്നാണ് വരേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ ദിസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ദാറ്റ് ആവും, ദീസ് ആണെങ്കിൽ ദോസ് ആവും, ഹിയർ ആണെങ്കിൽ ദെയർ ആവും, എഗോ ആണെങ്കിൽ ബിഫോർ ആവും, നൗ ആണെങ്കിൽ ദെൻ ആകും. അപ്പം ഡയറക്റ്റ് സ്പീച്ച് വില്ലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എത്തുമ്പോൾ വുഡാകും. അതേകൂട്ട് തന്നെ നെക്സ്റ്റ് വീക്ക് എന്തുമായിട്ട് മാറും? ദ ഫോളോയിങ് വീക്കായിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യന് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് സിനോണിം ഓഫ് അബണ്ടൻറ്റ്. അബണ്ടൻറ്റിൻ്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പ്ലെൻറ്റിഫുൾ ആണ് അബണ്ടൻറ്റിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. അബണ്ടൻറ്റ്, പ്ലെൻറ്റിഫുൾ, ക്രോപ്സ് ഇവയൊക്കെ അബണ്ടൻറ്റിൻ്റെ സിനോണിമാണ്. അതേകൂട്ട് തന്നെ സ്കേഴ്സ് മീൻസ് എന്താണ്? പുവർ, ലാക്കിംഗ്. പുവർ, ലാക്കിംഗ് ഒക്കെയാണ് സ്കേഴ്സിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനും ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസർ അത് മൈസേർലി എന്നതാണ് ശരിയായ സ്പെല്ലിങ്. MI ഇവിടെ വൈ അല്ല വരേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് I ആണ് വരേണ്ടത്. MISERLY എന്നതാണ് ശരിയായിട്ടുള്ള സ്പെല്ലിങ്. അതിൻ്റെ മൈസേർലിയുടെ ഓപ്പോസിറ്റ് വേർഡ് ആൻറ്റോണിം എന്ന് പറയുന്നത് ജനറസ്, ചാരിറ്റബിൾ എന്നാണ്. ജനറസും ചാരിറ്റബിളും വരുന്നുണ്ട്. ജനറസും ചാരിറ്റബിളും മൈസേർലിയുടെ ആൻറ്റോണിം ആണ്. ഇവിടെ പക്ഷേ സ്പെല്ലിങ് MI ആണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് A ആണ് വരുന്നത്. ഡിസ്കോർഡൻറ്റ് ആണ് വരുന്നത്. ഡിസ്കോർഡൻറ്റ്, ഹാർമോണിയസ് ഓപ്പോസിറ്റ്, ഡിസ്കോർഡൻറ്റ്, ഇൻഹാർമോണിയസ് എന്നൊക്കെ വരും. ഡിസ്കോർഡൻറ്റ് ആണ് ഓപ്പോസിറ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് സെലക്ട് ദ വേർഡ് ദിസ് മോസ്റ്റ് സിമിലർ ഇൻ ദ മീനിങ് ടു എഫമർ. ആൻസർ എന്ന് പറയുന്നത് B ആണ് വരുന്നത്. ടെമ്പററി ആണ് ആൻസർ. ടെമ്പററി അല്ലെങ്കിൽ പ്രൊവിഷണൽ, ഇൻറ്ററിം എന്നൊക്കെ മീനിങ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യന് ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ എക്സ്പ്രഷൻ ക്രേസ് ഫോർ ഫ്ലവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്രേസ് ഓഫ് ഫ്ലവേഴ്സ് ആൻസർ വരുന്നത് ഫ്ലോറിമാനിയ ആണ് ആൻസർ. ക്രേസ് ഓഫ് ഫ്ലവേഴ്സ് ഫ്ലോറിമാനിയ. ഹൈപ്പർമാനിയ എന്ന് വെച്ചാൽ ദ സ്റ്റേറ്റ് ഓഫ് unusually extreme, the physical and mental activity often involving a loss of judgment and feeling of great and unreasonable happiness ആണ് ഹൈപ്പർമാനിയ. അടുത്ത ക്വസ്റ്റ്യൻ മലയാളം 10 ക്വസ്റ്റ്യൻസ് ആണ്. ശരിയായ പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് D ആണ്. ഉദ്ഘാടനം ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ഭാഗികം വിപരീതം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗികം വിപരീതം എന്ന് പറയുന്നത്
ആൻസർ വരുന്നത് സമഗ്രമാണ്. ഭാഗികത്തിന്റെ വിപരീതം സമഗ്രം ആണ്. അതേകൂട്ട് തന്നെ ആവൃതം എന്ന് വെച്ചാൽ അനാവൃതമാണ്. ആവൃതത്തിന്റെ വിപരീതം അനാവൃതം. ഉജ്ജ്വലം വിപരീതം അലസം. ഏകാഗ്രത വിപരീതം വ്യഗ്രത. ക്ഷണികം വിപരീതം ശാശ്വതം. ഹിമം വിപരീതം ഉഷ്ണം. ശരം വിപരീതം അക്ഷരം. ഉന്മേഷം ക്ഷീണം. രഹിതം സഹിതം. ക്ഷാമം ക്ഷേമം. പുരാതനം അനുനാദനം. പ്രഭാതം പ്രദോഷം. ഭൗതികം ആത്മീയം. വിരളം ബഹുലം. വൃഷ്ടി സമഷ്ടി. ശാലീനം ദീപ്രമാണ്. അടുത്തത് കുടിക്കാൻ ആഗ്രഹമുള്ളയാള് ഒറ്റപ്പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പിബാസു ആണ്. കുടിക്കാൻ ആഗ്രഹമുള്ളയാൾ പിബാസു. അപ്പൊ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം എന്താണ്? പിബാസു ആണ്. അപ്പൊ ജിജ്ഞാസു എന്താണ്? അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് സാപേക്ഷത. എന്താണ് സാപേക്ഷത? മീൻസ് എന്താണ്? ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് സാപേക്ഷത. ഈശ്വരവിശ്വാസം ഉള്ളവൻ ആസ്തികനാണ്. ഈശ്വരവിശ്വാസം ഉള്ളവൻ ആസ്തികനാണ്. ഈശ്വരവിശ്വാസം ഇല്ലാത്തവൻ നാസ്തികനാണ്. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉത്കരേഷ്ടു ആണ്. അപ്പൊ പറയുന്നയാൾ വക്താവ്, കേൾക്കുന്നയാൾ ശ്രേതാവ്, അയക്കുന്നയാൾ പ്രേക്ഷകൻ. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ തിദീർഷു ആണ്. കടക്കാൻ ആഗ്രഹിക്കുന്ന തിദീർഷു. കാണാനുള്ള ആഗ്രഹം തിദീർഷയാണ്. കാണാൻ ആഗ്രഹിക്കുന്നയാൾ തിദീർഷു ആണ്. ക്ഷാമശീലം ഉള്ളവനാണ് തിദിഷു ആണ്. തിദിഷു. അടുത്ത ക്വസ്റ്റ്യൻ, നീഹാരം പര്യായ പദം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീഹാരം പര്യായ പദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ മഞ്ഞ് ആണ്. അപ്പൊ മഞ്ഞിന് എന്തൊക്കെയാണ് പര്യായ പദം? പ്രാലേയം, ഹിമം, തുഷാരം, തുഹിനം, നീഹാരം. പ്രാലേയം, ഹിമം, തുഷാരം, തുഹിനം, നീഹാരം. പ്രാലേയം, ഹിമം, തുഷാരം, തുഹിനം, നീഹാരം. കാറ്റിന്റെ പര്യായപദങ്ങളാണ് മാരുതൻ, പവനൻ, അനിലൻ, വാദം. മാരുതൻ, പവനൻ, അനിലൻ, വാദം. ജലത്തിന്റെ പര്യായപദമാണ് വാരി, സലിലം, അപ്പ്, വെള്ളം, തോയം, അമ്പു, ഉദകം, പ്രാണതം. തീയുടെയാണ് അഗ്നി, വഗ്നി, അനലൻ. അനിലൻ എന്താണ്? നമ്മൾ പറഞ്ഞ കാറ്റ്. അനലൻ എന്ന് പറഞ്ഞാൽ തീയാണ്. ചികി, സതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നത് ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? സ്ത്രീലിംഗ പുല്ലിംഗ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ധീര എന്ന പദത്തിന്റെ സ്ത്രീലിംഗ അർത്ഥം മാത്രമല്ല വരുന്നത്, മനസ്സിന് ഉറപ്പുള്ള എന്ന അർത്ഥമാണ്. ശബ്ദ ഫാഗിനേയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചാൽ ഫാഗിനേയൻ എന്ന് വെച്ചാൽ ഫാഗിനേയി. ഫാജി, ഫാജിനിയാണ് പുല്ലിംഗപദം. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്? കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത് എന്ന് വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് അവസാനത്തെ പ്രവൃത്തിയാണ് കലാശക്കൊട്ട് എന്ന് പറയുന്നത്. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നിഷ്ഫല യത്നമാണ് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്ന് പറഞ്ഞാൽ. ഭഗീരഥ പ്രയത്നം സ്വദേശമായ കഠിന പ്രയത്നമാണ്. ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുകയാണ്. ദുര്യോധന സ്വർഗം എന്ന് വെച്ചാൽ അല്പകാലം നിലനിൽക്കുന്ന ഭാഗ്യമാണ്. ധനാശി പാടുക അവസാനിപ്പിക്കുക. നാന്ദി കുറിക്കുക ആരംഭിക്കുകയാണ്. നാന്ദി കുറിക്കുക എന്ന് വെച്ചാൽ താളി പിഴിയുക ദാസ്യപ്രവൃത്തി. കച്ച കെട്ടുക തയ്യാറാക്കുക. കലാശം ചവിട്ടുക അവസാനിപ്പിക്കുക. കർക്കോടയ നയം എന്ന് വെച്ചാൽ രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം. അയ്യരുകളി എന്ന് വെച്ചാൽ നേരം പോക്ക്. അരിയറ്റു പോവുക എന്ന് വെച്ചാൽ മരിക്കുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യന്, പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? പ്രൊസീഡിങ്സിൻ്റെ ശരിയായ മലയാള പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് D ആണ്. നടപടിക്രമമാണ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. വയലേഷൻ ഓഫ് ഓർഡേഴ്സ് എന്താണ്? ഉത്തരവുകളുടെ ലംഘനമാണ് വയലേഷൻ ഓഫ് ഓർഡേഴ്സ്. വിപണി യഥേഷ്ടം ലഭ്യമാക്കുകയാണ് മെയ്ഡ് ഓഫ് ഫ്രീലി അവൈലബിൾ. ഫർദർ പ്രൊസീഡിങ്സ് ഡ്രോപ്ഡ് മീൻസ് തുടർ നടപടികൾ അവസാനിപ്പിച്ചു. ഡ്രാഫ്റ്റ് ഇൻ എ കൺകോൺ ഇൻ എന്ന് വെച്ചാൽ കരടിനോട് യോജിക്കുന്നു. എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ എന്ന് വെച്ചാൽ കടലിൽ കായം കലക്കുക.
എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് കപട സുഹൃത്ത്. എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ തർക്ക വിഷയം. എബൌട്ട് ഫേസ് എന്ന് വെച്ചാൽ നയം മാറ്റുകയാണ്. അടുത്ത ക്വസ്റ്റ്യന് ബാഗ് പ്ലസ് മയം എന്ന് വെച്ചാൽ ബാഗ് പ്ലസ് മയം എന്ന് വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ, വാങ്മയം. അവൻ പിരിച്ചെഴുതുമ്പോൾ ആൻസർ എന്ന് വെച്ചാൽ ഡി ആണ് ആൻസർ വരുന്നത്. ആ പ്ലസ് അന്നാണ് അവന്. അടുത്തത് പൂജക ബഹുവചനം ഏത്? ഇവിടെ പൂജക ബഹുവചനം എന്ന് വെച്ചാൽ ആചാര്യരാണ് പൂജക ബഹുവചനം.